ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ഈ സാംസ്കാരിക നായകരും എഴുത്തുകാരുമൊക്കെ എന്നും ഈ ഏറാൻ മൂളികളായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കും വെളിപാടുണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. തിരിഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടുള്ള സച്ചിദാനന്ദൻ പോലും പറഞ്ഞിരിക്കുന്നത്. അതായത് മൂന്നാം വട്ടം വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും എന്ന്. അത് ശരിയാണ്. ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും വരുമെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ സാറിന് അറിയാം. പിന്നെ കവികൾക്ക് കൂടുതലും ഇടതുപക്ഷ മതേതരം എന്നുള്ള വാക്കുപയോഗിക്കുന്ന ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ അധികാരമില്ലെന്ന് തന്നെ പറയാം. കാരണം ഈ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നിൽക്കുകയും സർക്കാരിനെ വിമർശിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിലുള്ളവർക്ക് ചർച്ചാ വിഷയമാകും. ഇന്ന് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയാണ് എങ്കിൽ ബംഗാൾ മോഡൽ ആകാൻ സാധ്യതയുണ്ട് എന്ന് കേരളത്തിൻ്റെ ജനങ്ങളുടെ പൾസ് സച്ചിദാനന്ദൻ അറിയാം. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും ഒന്നിനും പ്രതികരിക്കില്ല. പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി. പാവങ്ങളുടെ സമരങ്ങളായ ആശാവർക്കറുടെ സമരത്തിന് പോലും പുരോഗമനം എന്നവകാശപ്പെടുന്ന ഈ ഇടതുപക്ഷത്തിന് വേണ്ടി 4 വരികൾ എഴുതിക്കൊണ്ടിരുന്ന കവികൾ ഒന്നും മിണ്ടാറില്ല. അതേസമയം വായിക്കുന്ന കാശിന് നന്ദി അശോകൻ ചരുവിനെ പോലുള്ള വൈസ് ചെയർമാനുണ്ട്. അദ്ദേഹം പറയുന്നു അത്ര മോശമായ ഗവൺമെൻറ്റൊന്നും അല്ല കേരള ഗവൺമെൻറ്. കാരണം വൈസ് ചെയർമാൻ്റെ സാമ്പത്തികം സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങിക്കുകയില്ല. എന്തെങ്കിലും ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇത് സാഹിത്യകാരന്മാരുടെ ഇടയിൽ കേരള ജനതയോടുള്ള പുച്ഛത്തെ ഇല്ലാതാക്കുവാൻ ചെയ്യുന്ന സാഹിത്യ അക്കാദമിയുടെ ഒരു നമ്പരാണ്. കാരണം ജനങ്ങളുടെ ചില എതിർ കാര്യങ്ങൾ, ഭക്തരുടെ ശബരിമല പോലുള്ള വിഷയങ്ങൾ, സർക്കാരിൻ്റെ നിലപാട്, ആശാവർക്കർമാരോടുള്ള നിലപാട്, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ജീർണതയിൽ സാഹിത്യ അക്കാദമി ഒറ്റപ്പെടുമോ എന്നുള്ള നിലപാടുകളിൽ ഇവർ കമ്മിറ്റി യോജിച്ചെടുത്ത തീരുമാനമെന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ പിന്നെ സച്ചിദാനന്ദ് പറഞ്ഞതൊന്ന്, ഈ അശോകൻ ചരുവിൽ പറഞ്ഞ വേറൊന്ന്. ചെയർമാനും വൈസ് ചെയർമാനും 2 അഭിപ്രായമാണ്. അപ്പോൾ കേരളത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരരുത്. ഇതാണ് സച്ചിദാനന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതിനെ കാരാശ്ശേരി മാസ്റ്റർ പിന്തുണ കൊടുത്തിക്കുക. അപ്പോൾ കാരാശ്ശേരി മാസ്റ്റർ എന്നും ഏത് ചിന്താഗതിയാണെന്ന് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും നിറകെട്ട രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുള്ളപ്പോൾ ഇവിടുത്തെ വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഇവർ എന്തേ മിണ്ടാത്തതെന്ന് കേരളത്തെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ പോലുള്ള എഴുത്തുകാർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. പക്ഷേ എത്രയൊക്കെ ആയിട്ടും കേരളത്തിൽ ഈ സച്ചിദാനന്ദ മാഷക്കായാലും കാരാശ്ശേരി മാഷക്കായാലും അശോകൻ ചരുവിലിനായാലും കോൺഗ്രസ് ഒന്നും വിഷയമല്ല, BJP വരരുത്. ഇവർ 3 പേരുടെയും ഉത്കണ്ഠ BJPയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് വരുമോ, അത് മതേതരത്വത്തിൻ്റെ മകുടോദ്ധാരണത്തിൽ വരുന്ന കറുത്ത കൊടിയായിരിക്കുമോ എന്നാണ് ഇവർ പറയുന്നത്. ഇവരെന്ത് കോൺഗ്രസിൻ്റെ പാളയം തിരിഞ്ഞു നോക്കാത്തത്? ഇവരെന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നത്? ഇത്രയും കേരളത്തിലെ വർഗീയത എന്ന് തുടരെ പ്രസംഗിക്കുന്ന 4 ചുമരുകൾക്കകത്തിരുന്നു കൊണ്ട് സഖാക്കൾക്ക് വേണ്ടി മാത്രം കവിതകൾ എഴുതുന്ന ഇത്തരത്തിലുള്ള എഴുത്തുകാർ എന്തേ ഇവർ വർഗീയ പാളയങ്ങളിലേക്ക് പല സമ്മേളനങ്ങൾ ഇന്നലെ തന്നെ കണ്ടു. മത്സരമാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമസ്തയുടെ യോഗങ്ങളിൽ പോയിട്ട് അഭിനന്ദിക്കുന്നതൊക്കെ. ഇതൊക്കെ കാരാശ്ശേരി മാസ്റ്റർ കണ്ടില്ലെന്ന് നടിക്കുന്നതിന്, ഇത് സച്ചിദാനന്ദനെ പോലുള്ള എഴുത്തുകാർ കണ്ടില്ലെന്ന് നടി, അത് വർഗീയമല്ലേ? അപ്പോൾ ഹിന്ദു നവോത്ഥാനത്തിന് പഴയകാല ആ ഉത്സവങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇവർക്ക് ഒരു അസഹിഷ്ണുതയാണ്. ഇവിടെയാണ് അസഹിഷ്ണുത. ഒരു ഭൂരിപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ് ഹിന്ദു സമുദായത്തിൽ മാത്രം നടക്കുന്ന ആചാരങ്ങളെ എതിർക്കുന്ന
ഇത്തരത്തിലുള്ള വികടകവികളുടെ ആ പൊയ്മുഖം കേരളത്തിൽ ജനം മനസ്സിലായി. അതുകൊണ്ടാണ് ഈ തിരുനാവായപോലുള്ള ഉത്സവത്തിൽ ഒരു പബ്ലിസിറ്റിയോ ഒരു സാഹിത്യകാരന്മാരോ കവികൾ എഴുതാതെ ഒരു മാധ്യമപ്രവർത്തകരോ പരസ്യം കൊടുക്കാതെ 23 ലക്ഷം ജനം വന്നപ്പോൾ ഇന്ന് സാഹിത്യ അക്കാദമിക്കാർക്ക് ക്ഷോഭം കൊണ്ടിരിക്കുന്നു. ഇവിടെ വീണ്ടും വർഗീയത തലപൊക്കുന്നു. ഇവർ 3 പേരും പറയുന്നത് അതാണ്. അപ്പോൾ എന്തേ BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മതേതരം ഇടിഞ്ഞു പോകുമോ? തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ BJP ഇവർ പലപ്പോഴും വേറെയും വിമർശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോലുള്ള കേരളത്തിൻ്റെ തലസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നത് വളരെ പ്രഖ്യാത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാകാനുള്ളത്? ഇന്ത്യ നീണ്ട 12 വർഷം ഇവർ ഭരിക്കുന്നില്ലേ? എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടോ? സാഹിത്യ മേഖലയ്ക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അവർക്ക് അർഹമായിട്ടുള്ള കേന്ദ്ര വിഹിതങ്ങൾ കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇന്നും ഇത്തരത്തിൽ സാഹിത്യ മേഖലയിൽ കേരളത്തിൻ്റെ ജനതയോടൊപ്പം എന്നുള്ള കണ്ണിൽ പൊടിയിടേണ്ട ആ ഒരു തന്ത്രമാണ് സച്ചിദാനന്ദൻ മാഷും വൈസ് ചെയർമാൻ അശോകൻ ചരുവിലുമെല്ലാം ചേർന്ന് എടുത്തുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വീണ്ടും ഇവർ വരണമെന്ന് ഇവരുടെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. ഇതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ഗൗതം മാഷ് പറഞ്ഞിട്ടുണ്ട്. ഗൗതം മാഷ് പറയുന്നത് എന്താണ്? ഇനി ഒരു പാവങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെ പാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? നീണ്ട 10 വർഷം ഭരിച്ചപ്പോൾ അടുത്ത 3ാമതും ഗവൺമെൻറ് വരികയാണ് എങ്കിൽ അത്തരം ഒരു ദാരിദ്ര്യം കേരളത്തിലില്ലെന്ന് അവർ ബോർഡ് വച്ചിരിക്കുന്നു പല സ്ഥലത്തും. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, സാഹിത്യ അക്കാദമിയുടെ കീ പോസ്റ്റിലിരിക്കുന്നവർ, കാരാശ്ശേരി മാഷ പോലുള്ള നിഷ്പക്ഷവതികൾ ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് BJP NDAയിലേക്ക് വരുന്ന ആ ഒരു ഒഴുക്കിനെ തടയിടുവാൻ ശ്രമിക്കുന്നു. അതിൽ സറ ജോസഫ് മാഡം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കേരളം എന്തായാലും ഇനി കിട്ടുകയില്ല എന്ന് സറ ജോസഫ് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും ഇവിടെ ന്യൂനപക്ഷ മതത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷത്തെ ഉമ്മാക്കി കാണിച്ച് പ്രീണിപ്പിക്കുന്നു എന്നും സറ ജോസഫ് പോലുള്ള മാഡത്തിനറിയാം. അതുകൊണ്ട് ബംഗാൾ ഇവിടെ ആവർത്തിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഇവിടുത്തെ പുരോഗമന സാംസ്കാരിക സിനിമാ മേഖലകൾ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും കുത്തകയാണെന്നുള്ള അവകാശവാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. പല എഴുത്തുകാർക്കും അതൃപ്തികളുണ്ട്. കേരളത്തിലെ പല സാംസ്കാരിക കൂട്ടായ്മകളുണ്ട്. ഇവർക്കൊന്നും അർഹമായ പെൻഷൻ എത്തുന്നില്ല. അപ്പോൾ ഇതിനൊരു ജനത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷനാക്കിക്കൊണ്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റിന് വോട്ട് നേടുവാൻ വേണ്ടി സാഹിത്യ കൂട്ടായ്മ എന്നുള്ള നിലയിലും സാഹിത്യകാരന്മാരിൽ എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റിൻ്റെ കേരള സ്റ്റേറ്റ് കൊടുത്തൊരു ചർച്ചാ വിഷയമാണെന്ന് ഇതിൽ നമുക്ക് ധരിക്കാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.